എളുപ്പത്തിൽ വരാൻ നോക്കിയൊന്ന താഴോട്ട് ഇറങ്ങാനാ ബാക്കില് വീലുള്ള പക്ഷിയോ ആരും വളച്ചു വിടറ ഇതൊക്കെ. ഞാനൊരു ഗെയിമിംഗ് യൂട്യൂബർ ആവുന്ന ആദ്യത്തെ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലിപ്പ് ഇതാ. എന്റെ അമ്മ സ്പോയിലർ. ആ ഗെയിം ഇതുവരെ എന്താണെന്നൊന്ന് അറിയണമല്ലോ. സ്വന്തം ഫോട്ടോ ഒക്കെ വെച്ച് ക്യാരക്ടർ ഇത് നമ്മൾ കണ്ടതാടാ. സ്പോയിലർ. ആർട്ടിസ്റ്റ് അഭിനവ്. കൊള്ളാം കൊള്ളാടാ കൊള്ളാം. നൈസ്. ഓ ഈ കണ്ണൊക്കെ നോക്ക്. നൈസ്. കൊള്ളാം 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 കൊള്ളാം. Turn the coin. Sometimes there is a brighter side that we never looked at. സിനിമയുടെ ഭാഗമായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പൊതുവേദികളിൽ കാണാറില്ല. അതെവിടേക്കാണ് ഈ അപ്രത്യക്ഷനാകുന്നത്? സിനിമയുടെ ബിസിനസ് അതാണ് ഞാൻ മെയിനായിട്ട് നോക്കാറ്. മറ്റേ ഞാനത് എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒന്നാമത് ജനം എന്നെ സംസാരിക്കാൻ അറിയില്ല, പൊതുവേദിയിൽ സംസാരിക്കാൻ അറിയില്ല. അത് കാരണം എൻ്റെ കുറെ താഴെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ പബ്ലിക് വന്ന് കാണിക്കണ്ടെന്ന് വെച്ചിട്ട് താല്പര്യമുണ്ട്, പറ്റുന്നില്ല. പിന്നെ 10 പേരിൽ 2 തോണ്ടും. പിന്നെ എന്റെ സ്വഭാവം അനുസരിച്ച് ഞാൻ എന്തെങ്കിലും പറയും. പിന്നെ പ്രശ്നവും ബെറ്റർ വീട്ടിലകത്തിരിക്കുക. പുള്ളി ഒരു പാവം പിടിച്ച മനുഷ്യനാടാ ശരിക്കും. പുള്ളി ഒരു പാവം പിടിച്ച മനുഷ്യനാ. പക്ഷെ ചില സമയത്തൊക്കെ ബാറിലൊക്കെ അടിയൊക്കെ ഉണ്ടാക്കുന്നതാണാവോ. ഓരോ വീഡിയോ ഒക്കെ കാണാറുണ്ട് ഞാൻ. അത് എല്ലാത്തിനും 2 സൈഡ് ഉണ്ടാവണം ഒബ്വിയസ്ലി. എല്ലാത്തിനും ഉണ്ടാവും. സ്പാം ആരും സ്പാം ചെയ്തിട്ട് കാര്യമില്ല ബ്രോ. ഞാൻ സിറ്റി കയറേണ്ടപ്പോ കയറിക്കോളാം. എനിക്കറിയാം എപ്പൊ കയറണമെന്ന്. ഞാൻ കയറിക്കോളാം. വെറുതെ കിടന്ന് സ്പാം ചെയ്യണ്ട. ഞാൻ ഇന്ന് ഡിസ്കോഡ് നോക്കുകയെന്ന് എല്ലായിടത്തും പറഞ്ഞതാ. മനസ്സിലായോ? മുച്ചിരിയുടെ വീഡിയോ മുച്ചിരിയുടെ വീഡിയോ എവിടെയാടാ? എനിക്ക് അറിഞ്ഞുവിടറാ. മുച്ചിരിയുടെ വീഡിയോ എവിടെ കിടക്കുന്നു? കിട്ടുമ്പോ പിൻ ചെയ്യുക. ചില്ലാവ് മന്ദാരത്തിന്റെ ഉണ്ടോന്നാ എന്ത്? ആ മേളിലോട്ട് വരുമല്ലേ? നമ്മൾ അങ്ങോട്ട് വരട്ടോ. എല്ലാം സ്കിപ്പ് ചെയ്ത് പോണോ? ചില്ലാവ് ഗൈസ്. കാണാം ചില്ലാവ്. ഇതെന്തിന് എളുപ്പത്തിൽ വരാൻ നോക്കിയൊന്ന താഴോട്ട് ഇറങ്ങാനാ? വെർട്ടിക്കൽ പാർക്കിങ് പില്ലറ കഴിയല്ലേ? ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് ആണ് ആണോ? അപ്പൊ ഇവിടെ എന്തായാലും അവന്റെ പിഒവിയിൽ ഇവിടെ വഴി ഉണ്ടായിരുന്നു ഉറപ്പായിട്ടും. പിന്നെ അവന്റെ പിഒവിയിൽ ഇത് പണി തീർന്ന നാഷണൽ ഹൈവേ എപ്പോഴല്ലേ അറിയണത്? ആൾക്കാർ സേഫ് ആണോടാ ഇതിനകത്ത് ഇരുന്നേ? ആർക്കും എന്തെങ്കിലും പറ്റിയോ? ആർക്കൊന്നും പറ്റിയില്ലെന്നാ. ആണോ? ഇത് കെവിനെ പോലെ ആരോ ട്രാൻസ്ഫോമർ ഇല്ലെന്ന് വിചാരിച്ച് ട്രാൻസ്ഫോമർ ഇടിച്ചു കയറ്റുക, വീടിന് മതിലെന്ന് വിചാരിച്ച് മതിലിൽ ഇടിച്ചു കയറ്റുക. അണ്ണാ കാനന്റെ പാതയിലൂടെ ശബരിമല അറൗണ്ട് 45 കിലോമീറ്റർ ഓഫ് ട്രാവൽ ത്രൂ ദ ഫോറസ്റ്റ്. സ്വാമി ശരണം. പത്തനംതിട്ടക്കാരനായ എന്നോടാണോ നീ ശബരിമലയെ പറ്റി പറഞ്ഞു തരുന്നേ? 3 വയസ്സിൽ നീന്തൽ പഠിച്ചില്ലേ? 3 മാസം ആയപ്പോഴാണ് നീന്തൽ പഠിച്ചത് ഞാൻ. 3 മാസം. പിന്നെ പോയിട്ടില്ല. ആര് പറഞ്ഞു? ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ശബരിമല പോണ 13 വയസ്സുള്ളപ്പോഴാ. 13 അല്ല 14 വയസ്സുള്ളപ്പോ. ഞാൻ ഇപ്പൊ പോയിട്ടൊരു 14 വർഷമായിട്ടുണ്ടാവും. സത്യമാണ്. പോണം. ഞാൻ മമ്മിയുടെ ഒക്കെ കൂടെ പോകുന്നുണ്ട്. മമ്മി അടുത്ത മാസം പോണമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. ജാനുവരിയിൽ ന്യൂ ഇയറിന് എന്നെ നന്നാക്കാൻ ശബരിമല കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിരിക്കുക. ജാനുവരി 2nd വീക്ക് ശബരിമല പോണം. മാലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഭയങ്കര നീറ്റ് ലൈവ് ആയിരിക്കേ. കപ്പിൾ ആർപി പോലും ഉണ്ടാവില്ല. അതിന് കപ്പിൾ ആർപി ആളില്ലല്ലോ. ഇതാണോ? ഇതിലാ അത് മന്ദാരത്തിന്റെ അഭിപ്രായത്തിൽ എന്താ? ഞാൻ ജീവിതം രക്ഷപ്പെട്ടു പോയില്ലേ?
ഞാൻ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോയില്ലേ? സംശയമുണ്ടോ? ഇല്ല. പെട്ടു പോകുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നാട്ടുകാർ തല്ലിക്കൊല്ലോ എന്നൊരു സംശയമുണ്ട്. എന്നോട് പറഞ്ഞല്ലോ. മന്ദാരത്തിന് അറിയാത്ത കുറെ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് മന്ദാരം. മന്ദാരം വിചാരിക്കുന്ന പോലെ അല്ല മന്ദാരം, സീരിയസ്ലി പറയാലേ. ഉം. ഞങ്ങക്ക് ഞാൻ ഈ 7ാം ക്ലാസ് ഒന്നും ഇല്ല മന്ദാരോ, ഉം. ടോപ്പ് ക്ലാസ്സാ. ഞാൻ അറിയോ ക്ലാസ്സിൽ ടോപ്പറാണ്. എപ്പ PC മേടിച്ച് അപ്പാന്ന് എന്റെ പഠിക്കുന്ന ഞാനും അല്ല. കൊറോണ കഴിഞ്ഞപ്പാട് എനിക്ക് മടിയായി പഠിക്കാൻ, ഉം. ഇല്ലാത്ത മടിയായി. അതുവരെ നീ ക്ലാസ് ടോപ്പർ ആയിരുന്നു അല്ലേ? ആ സെക്കൻഡ് ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാ? മറ്റേ ബാക്കിൽ ഇങ്ങനെ വീൽ എനിക്ക് പറഞ്ഞേരെ ബാക്കിൽ വീലല്ലേ? ബാക്കിൽ ഇങ്ങനെ ഇതാക്കുന്ന ബാക്കില് വീലുള്ള പക്ഷിയോ? ക്ലാസ് പോടാ കൊണ്ട, നീ ഈ ഒരു അണ്ടി അറിയില്ലേ, നീ ക്ലാസ്സിലെ ടോപ്പറാ അണ്ടി. മറ്റേ മന്ദാരം മറ്റേ സാധനോ? പക്ഷെ നാഷണൽ ആനിമേ മറ്റേത് അല്ല, ആനിമേല് മറ്റേ നാഷണൽ ആനിമിയാ? നാഷണൽ ആനിമിയാ? ഇന്ത്യയുടെ ദേശീയ പക്ഷിയാ ഞാൻ ചോദിച്ചത്. അതന്നെ മന്ദാരം ബേക്ക്. കൃഷ്ണന്റെ തലയിൽ ഉണ്ടാകുന്ന ഒരു പൂവില്ലേ, പൂ പോലത്തെ. കൃഷ്ണന്റെ തലയില് പൂവാ? എന്താണ്? കൃഷ്ണന്റെ തലയില് പൂവാ? മന്ദാരോ ക്രിസ്ത്യന്റെ തലയിൽ ഒരു സാധനം ഇല്ലേ നമ്മളെ ആ കൊക്കന്നെ കൊക്ക് ശശിക്കൊക്കെ പോകൊണ്ടേന്ന് ബ്രോ മദാര ബ്രോ കാക്ക ഓർമ്മിച്ചാൻ. മന്ദാര കൊക്കല്ല മന്ദാരോ, എന്താ ബ്രോ പരിപാടി? പീസ് കൊക്ക്. പരിപാടിയൊന്നുമില്ല. റാ സ്റ്റീഫ, ഇന്ത്യയിലെ നാഷണൽ ബേർഡ് ഏതാണ്? മയില്. കുണ്ണ ഒരു അണ്ടി അറിയില്ല അവന്. പോയാടി പോനെ. അതല്ലേ ഞാൻ പറഞ്ഞത്, കൃഷ്ണന്റെ തലയിലുള്ള സാധനം. തല മയിലായില്ലേ നായിന്റെ അവനെ? മയിലിന്റെ വീല് മറ്റേ തലയാടി. ബേക്കിലുള്ള സാധനം. മയിലിന്റെ പീലി. ബേക്കില് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ മയിലിന്റെ പീലി. ആ സാധനം. ഇവനെ അടുത്ത വർഷം പഠിക്കാൻ വിടണം കേട്ടോ. ഇവനെ എടുത്ത് കളയും TV ക്കകത്ത്, ഒരു സംശയമില്ല. അല്ല ഞാൻ വേറൊരു പറയാം, ഇവൻ TV ക്കകത്ത് വന്നതിന് ശേഷം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇവനെ. പിന്നെ ഒരു സിറ്റുവേഷനിൽ പോലും ഞാൻ ഇവനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഇവ ഉള്ളതും ഇല്ലാത്തതൊക്കെ ഒരുപോലെ, മനസ്സിലായ? ഇവനെ അടുത്ത വർഷം സ്കൂളിൽ പറഞ്ഞോണ്ട് ഇതെന്താ ഇതിന് തുടക്കം ഞാൻ എന്താണ് കണ്ടത്? നീ ആവർത്തിച്ചാൽ കുഴിച്ചുമൂടി ഞാൻ കേട്ടടാ പാട്ടി. പിന്നെ അല്ല. ഞെട്ടിക്കലടി കണ്ടായിരുന്നു? ഞെട്ടിക്കലടി ഇല്ല മന്ദാരത്തിന്റെ ഇല്ല ഞാൻ കണ്ടില്ല, ഞാൻ ഒന്നും കണ്ടില്ല. സ്റ്റോറി ഫുള്ള് കാണുന്ന ലാസ്റ്റ് ഒരു കാര്യമുണ്ട്. അമ്മോ, ഹേമന്ത് വരച്ചാണോ ഇത്? എനിക്ക് എന്റെ ഗെയിമിംഗ് റൂമിൽ വെക്കാൻ ഒരു റെയിനെ വരച്ചേരണം. എനിക്കൊരു കീടില റെയിനെ വരച്ചേരണം. ഒരു കീടില റെയിന് ഒരു കീടില റെയിന് എന്തെങ്കിലും ഒരു ബ്രോഡ ഒരു ഇതില് ഒരു റെയിനെ ഒരു അത്യാവശ്യം സൈസ് ഉണ്ടാവണം, ഫ്രെയിം ചെയ്ത് എനിക്ക് വെക്കണം. ഹേമന്ത് എനിക്ക് ഒരെണ്ണം ചെയ്ത് തരണം കേട്ടാ. കമ്മിങ് സൂൺ. ഹേമന്ത് ബ്രോ വെയിറ്റിംഗ് കാണിച്ചു തന്നോ? വരച്ചു കഴിഞ്ഞോ? എനിക്ക് കാണിച്ചു. ഇല്ലല്ല, ഏകദേശം വരച്ച ഒരു കാണിച്ചു തന്നെ. അടിപൊളി സാധനം ആണോ? എടാ ഞാൻ അതുകൂടെ പറയട്ടെ. ഫൈനാൻഷ്യൽ പരിപാടിക്ക് പോകാൻ നേരം ഞാൻ പോയത് ഡോർക്കിയുടെ BMW-ലാണ്. അവിടെ വന്ന് ഏതോ കളർ കുയിലാണ്. ഏത് നീലയാണോ മഞ്ഞയാണോ പച്ചയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതോ ഒരു കളറുള്ള കുയില്. ഈഗിൾ ഗെയിമിംഗ് പുതിയ BMW. ഇവന്മാരൊക്കെയാണ് ടാക്സി പറഞ്ഞ വീട്ടിൽ വിടണത്. ഡോർക്കിയുടെ വണ്ടിയാ അത്. എന്റെ പൊന്നു, ടൈറ്റിലാണ്. ഞാൻ വേറൊരു പറയട്ടെ കേസ്, നിങ്ങളുടെ അടുത്ത് നിങ്ങൾ ശരിക്കും അവരുടെ റേജ് ബെയ്റ്റിൽ വീഴുന്നവരാ. അത് എനിക്ക് ഇപ്പോഴും പറയാതിരിക്കാൻ വയ്യ. ഈ ഓൺലൈൻ മീഡിയക്കാർ എന്തിനാ ഇങ്ങനെ ടൈറ്റിൽ കൊടുക്കുന്നതെന്ന് അറിയാവോ?
ഈ ടൈറ്റിൽ കണ്ട് ട്രിഗർ ആവുന്ന ആൾക്കാർ അതിനകത്ത് കമന്റ് ഇടുമ്പോൾ കമന്റ് ഇന്ററാക്ഷൻ കൂടും, മനസ്സിലായ? അതാണ് അവരുടെ സ്ട്രാറ്റജി. ശരിക്കും പറഞ്ഞ നിങ്ങൾ ആ റേജ് ബെയ്റ്റിൽ കറക്റ്റ് ആയിട്ട് പോയി കൊത്തും. ഇപ്പോഴും അത് ആൾക്കാരുണ്ട്, ഇഗ്നോർ ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. ഇവരുടെ ടൈറ്റില് ഇവര് പറയുന്നത്, ഞാൻ ഇന്നലെ കുറച്ചു മുമ്പ് ഒരു വീഡിയോ ഹനാൻ ഷാ കുപ്പി തുറന്ന് വെള്ളം കുടിക്കുന്നത് കണ്ടോ, ഞാൻ അതിന്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കിയപ്പോൾ ഹനാൻ ബ്രോ കമന്റ് ഇട്ടേക്കുന്നത്, പിന്നെ കിണറ്റിൽ നിന്നാണോ അതിന്റെ പോലെ കുടിക്കുന്നത്, അങ്ങനത്തെ അതിന്റെ പോലെ നല്ല വേറെന്തോ കമന്റ് ഇട്ടേക്കും. പുള്ളി അങ്ങനെയൊന്നും പറയില്ല. പിന്നെ കിണറ്റിൽ നിന്നാണോ ആൾക്കാർ വെള്ളം തുറന്ന് കുടിക്കുന്നതെന്ന് ചോദിച്ചത്, അത് റേജ് വെയിറ്റാ ശരിക്കും. അത് സത്യമായിട്ട് അത് റേജ് വെയിറ്റാ. നിങ്ങൾ ആ റേജ് വെയിറ്റിൽ വീഴുന്നോണ്ടാണ് ഇവർ ഇങ്ങനത്തെ ടൈറ്റിലിട്ട് കണ്ടിന്യൂ ചെയ്ത് പൊക്കോണ്ടിരിക്കണം, മനസ്സിലായ? അതിനകത്ത് വീടരുത് ദയവേദി ഈ റേജ് വെയിറ്റില്. എന്താ സ്പീഡ് ലിമിറ്റ് 60, DNC സിനിമാറ്റിക്, നോ എൻജിൻ ഐഡ്ലിംഗ്, മാക്സിമം ഫൈൻ. ഇത് പഴയ വീഡിയോ അല്ലേ ഇത്? അല്ല ഇത് ഈയിടയ്ക്ക് ചെയ്തോ ആണോ? ഞാൻ ഒരു പോൾ ഇടട്ടെ, ഞാൻ കുറെ ഒരു പോൾ ഇട്ടിട്ട് നിങ്ങളുടെ ഫേവറേറ്റ് വണ്ടി ഏതാ എന്നിട്ട് ഈ സ്ലാഷ് പോൾ ഞാൻ ഒരു ക്രിയേറ്റ് പോൾ എന്റർ പോൾ സബ്ജക്ട് ഫേവറേറ്റ് ഗ്യാങ് വെഹിക്കിൾ എവർ. ഓപ്ഷൻ 1 ഗോഡ്സില കൊടുക്കുക. ഗോഡ്സില കാർണേജ് അതിന 5 minutes. റിസൾട്ട് ഡിസ്പ്ലേഡ് ഫോർ 5 minutes കൊടുക്കുക. ക്രിയേറ്റ്. നോക്കട്ടെ ഏത് വണ്ടിക്കാണ് ഫാൻസ് കൂടുതലെന്നേ. എനിക്ക് കാർണേജ്. ഏത് വണ്ടിക്കാണ് ഫാൻസ്? കാർണേജിനെ പോകുള്ളൂ. കാർണേജ് കേട്ടോ എല്ലാരും. അമ്പോ കാർണേജ് കഴിഞ്ഞ പിന്നെ ഹൈന. 1000 വോട്ട് കാർണേജിന് ഇപ്പൊ തന്നെ വന്നു കേട്ടാ. ഇവിടെ 1400 പേര് കാർണേജ്. എത്രക്ക് ഇഷ്ടമാണോ നിങ്ങക്ക് ഈ വണ്ടി? പിന്നെ കാർണേജ് ഇറക്കിയല്ല ഏറ്റവും ടോപ്പ് ക്വാളിറ്റി വണ്ടി കാർണേജ്. ആണാ? നല്ല ക്വാളിറ്റി. എന്നെ കാണുമ്പോ തന്നെ ആണ് വണ്ടി. എടാ സത്യം എനിക്ക് ഞാൻ പറയട്ടെ, എനിക്ക് ഹൈനയാ ഇഷ്ടം. എനിക്ക് ഹൈന ഇഷ്ടം. ക്വാളിറ്റി വൈസ് ഭയങ്കര കാർണേജ്. അമ്പോ കാർണേജ് 2200 ഇജാതി ഫാൻസ് ലെവൽ കിട്ടും. വാൻ വൈസ് ഈ വണ്ടിക്കുണ്ടെന്ന് ഞാൻ ഇന്ന് അറിയണം കേട്ടാ. തൊട്ട് താഴെ അതിനുണ്ട് ഗോഡ്സിലെ അതിന് ഏകദേശം അടുത്തെടുത്താ 12% 20%. സ്ലാഷ് ബോൾ നിങ്ങൾ അടിക്കണ്ട, നിങ്ങൾ റീഫ്രഷ് ചെയ്താ വരും നിങ്ങൾക്ക്. അത് എനിക്ക് ക്രിയേറ്റ് ചെയ്യാനാണ് സ്ലാഷ് ബോൾ അടിക്കേണ്ടത്, നിങ്ങൾക്ക് സ്ലാഷ് ബോൾ അടിക്കണ്ട. ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നില്ലേ? ഈ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തോണ്ടിരിക്കണം. നോക്കാം കുറച്ചു നേരം ഉണ്ടാവല്ലോ പോള്. പക്ഷെ എനിക്ക് എന്റെ ഫോണിൽ ഇതുവരെ പോള് വന്നില്ല കേട്ടോ. സാറെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് വന്നു. എനിക്ക് വീണ്ടും വന്നില്ല. നോക്കാം. യുവറാണി പാടാൻ അറിയാമോ? അയ്യോ എന്റെ മരുമോന്റെ കൈയൊടിഞ്ഞ പിന്നെ ആരോട് എന്തൊക്കെയാ പറയണ്ടെന്ന് എനിക്ക് തന്നെ ഒരു നിശ്ചയമില്ല. ദൈവമേ ഇനിയിപ്പോ ഇത്തിരി മോശമായാലും വേണ്ടില്ല, ഞാൻ തന്നെ പാടിയേക്കാം. എന്താണ് ഇതൊക്കെ? ആരും വളച്ചു വിടറ ഇതൊക്കെ? മലയാളം ഡബിങ്. രാഗശ്രീ എന്താ?
ഇതേപോലെ ഫേമസ് ആനിമിയാണ്. ഡീമൺ സ്ലെയർ ആണ് ഇത്. എന്താ പറഞ്ഞേ? ആനിമി കാണാനുള്ള മൂഡ് പോയിട്ടോ എന്റെ. പക്ഷെ 2026 ഞാൻ ആനിമി കണ്ടു തുടങ്ങാൻ പോകട്ടെ. 2026 എന്റെ വൺ ഓഫ് ദ റെസൊല്യൂഷൻ ആണ്. 2026 എന്ന് തുടങ്ങുന്നു അന്ന് തൊട്ട് ഞാൻ ആനിമി കാണാൻ തുടങ്ങണം. 5 വർഷമായി ഇല്ലല്ല കഴിഞ്ഞ ഇതിനു മുമ്പേ പറഞ്ഞില്ല. ഇതിനു മുമ്പേ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ബ്ലൈൻഡ്ல வந்த போது ஒன் பீஸோட கேரக்டர் தெரியாம நீ தவிச்ச போது நான் இனிமேல் பார்க்கிறேன்னு சொன்ன வேண்டாம். ഞാൻ ഒരു ദിവസം കോച്ചിന്റെ റൂമിൽ ചെന്നപ്പോ ഒരു പ്രതിമ ഇരിക്കുന്നത് കോച്ചിന്റെ റൂമില്. ഇത് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. കോച്ചിന്റെ അടുത്ത് ചോദിച്ചു, കോച്ച് ഇത് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ കോച്ചിന്റെ അടുത്ത് പറഞ്ഞ് ഇതുപോലെ ആനിമി എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് എക്സ്പ്ലനേഷൻ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. അപ്പൊ ഞാൻ പോയിട്ട് ഇത് എന്താ സംഭവം എന്നൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാണ്. ഇത് അന്നാണ് ഞാൻ ആദ്യമായിട്ട് ആനിമിയെ പറ്റി അറിയണേ. സത്യം പറയാമല്ലോ, ഞാൻ കാണത്തില്ലായിരുന്നു കഴിച്ചത്, എനിക്ക് അറിഞ്ഞുപോലുണ്ടായിരുന്നു. സെൻഡ് ടു ഷോൺ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ 1 Eagle Gaming മെമ്പർഷിപ്പ്. 3K കാർണേജിന് വോട്ട് എത്രയായി? 3000 പേര് കാർണേജിന് വോട്ട്. ആ വണ്ടി ഇന്ന് എടുത്ത് വേണം. ഈ കഥാപാത്രം വിനായകൻ ചേട്ടന് വേണ്ടി I heard that Mammootty gave this role to Vinayakan. സജഷൻ came from മമ്മൂക്ക. അപ്പൊ അതൊരു സമ്മാനം തന്നെയാണല്ലേ. വലിയ വാക്കാണ് അത്. അതിന്റെ അപ്പുറത്തൊന്നും ഇല്ല. നമുക്ക് തന്നെ പറയുന്നത് വിനായകനെ വെച്ച് ചെയ്യിക്കുക. ജന്മത്തിലെ ഭാഗ്യങ്ങളാണ് അതെല്ലാം. ഇതെന്ത് ക്യാരക്ടർ ആയിരുന്നല്ലോടാ. 100% പ്രൊഫഷണൽ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഗൈസ്, ഈ 2 ക്യാരക്ടേഴ്സ് നോക്കി, ഇത്രയും കിടിലൊരു ക്യാരക്ടർ ഇത് കണ്ടിട്ടെ. ഇത് നോക്കിയേ അല്ലേ, എങ്ങനെ അഡാപ്റ്റീവ് ആവണം നോക്കല്ലേടാ. തമാശക്ക് തമാശ. എന്റെ അമ്മോ, ഇങ്ങേര് അഭിനയത്തിൽ പുള്ളി ഒന്നും പറയാനില്ലടാ. വേറെ ആൾ ഒന്നും. നമ്മൾ പുള്ളി റിയൽ ലൈഫിൽ കാണിക്കുന്ന കാര്യം, നമ്മള് ഓരോരുത്തരുടെ ഫാൻ ആവുന്നത് നമ്മൾ ഇവരുടെയൊക്കെ ഇത് കണ്ടിട്ടല്ലേ, എന്നുവെച്ചാ അഭിനയം അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ. അതിൽ പുള്ളി ഒന്നും കുറ്റം പറയാനില്ല. ഗ്രേറ്റസ്റ്റ് സ്പോർട്സ് ഓഫ് ഓൾ ടൈം. വൈ ഡു യു ലവ് ഫുട്ബോൾ സോ മച്ച്? ഇറ്റ്സ് ജസ്റ്റ് എ സ്പോർട്സ്. PRR ആണല്ലോ. എടാ വിനീത്, വിനായകന്റെ ഫണ്ട് വന്നോ നോക്കിയേ. കറക്റ്റ് പറയാനാണല്ലേ, ലൈവ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞേ. ഞാനൊരു കാര്യം പറയട്ടെ ഗൈസ്, ഫുട്ബോളിന് മാത്രമല്ല ഈ ക്രിക്കറ്റിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാ സ്പോർട്സിലും നമുക്ക് ഈ ഇമോഷൻസ് ഉണ്ടാവും. അത് ഫുട്ബോളെന്ന് മാത്രമല്ല, നിങ്ങൾ ഫുട്ബോൾ ആണ്, എനിക്ക് ക്രിക്കറ്റാണ് ഈ സെയിം സ്ഥാനത്ത്. മനസ്സിലായ? ഞാൻ അങ്ങനെ പറയൂല. എന്നാലും ഫുട്ബോൾ ഇഷ്ടമുള്ളവർക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്രിക്കറ്റ്. മനസ്സിലായ? 3 മെമ്പർഷിപ്പ് വന്നായിരുന്നു. 3 മെമ്പർഷിപ്പ് ആര്? ഓരോന്നോരോന്നായിട്ട്. അയ്യോ, പേര് വായിച്ചു കണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ആ അല്ലല്ല, ഇവിടെ ഉണ്ടാവും. ഷെഫിൻ മാത്യു ബ്രോ, ലൂസർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ് ഗിഫ്റ്റ് ബ്രോ. താങ്ക് യു സോ മച്ച് ഗൈസ്, മീൻസ് എ ലോട്ട്. താങ്ക് യു സോ മച്ച്. അതിന് താഴെ ഉണ്ടോ? മാക് ഗെയിമിംഗ് ബ്രോ, താങ്ക് യു സോ മച്ച്, മീൻസ് എ ലോട്ട് മാൻ. താങ്ക് യു സോ മച്ച്. മെമ്പർഷിപ്പ് ഇല്ലല്ലോ, വിസ ഇല്ല. അണ്ണാ, ഹൗ ഈസ് മൈ കറന്റ് ഫിസിക്? ഞാൻ 60 kg കുറച്ച് പയ്യൻ. ആവറേജ് ക്രിസ്ത്യാനോ ലിസണർ. സെറ്റായി വരുന്നുണ്ട്. നീ കീപ് ഹാർഡ് വർക്കിംഗ് ബ്രദർ. സെറ്റായി വരുന്നുണ്ട്. നീ അങ്ങനെ തന്നെ ചെയ്യേ. അണ്ണാ, ഇത് ഞാൻ ചെയ്തതാ, ബട്ട് വ്യൂവേഴ്സ് ഇല്ല, ലൈക്കും ഇല്ല, പിന്നെ എനിക്ക് സ്റ്റിക്കൊന്നും ഇല്ല. അതുകൊണ്ട് ചെറിയ കുലുക്കം കാണും. ഞാൻ പെട്ടെന്ന് വായിച്ചപ്പോഴേ. പിന്നെ നല്ല ക്യാമറ ഇല്ല, ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ആക്കണേ.
ഇത് കൊള്ളാം കൊള്ളാം. കൊള്ളാടാ മോനെ, നൈസ്. നീ സെറ്റായി വരും. നിനക്ക് നല്ല ഗിയേഴ്സ് ഒക്കെ കിട്ടുമ്പോൾ നീ സെറ്റാവും. സെറ്റ് ആവട്ടെ, ഓൾ ദ വെരി ബെസ്റ്റ്. അണ്ണാ എഡിറ്റ് എങ്ങനെയുണ്ട്? ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ചെയ്യുവാണെങ്കിൽ ഗൈസ്, പുതിയ വ്യൂവേഴ്സിനോട്, ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഗെയിമിംഗ് ക്ലിപ്പ്. ഞാനൊരു ഗെയിമിംഗ് യൂട്യൂബർ ആവുന്ന ആദ്യത്തെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ക്ലിപ്പ് ഇതാ. ആദ്യത്തെ വീഡിയോ, എൻ്റെ ഫസ്റ്റ് വീഡിയോ. ഞാൻ എൻ്റെ കൂട്ടുകാരോട് ഇങ്ങനെ പറയും, എടാ ഞാൻ ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങളെങ്കിലും ഒന്ന് വന്ന് കാണണേന്ന്. 16,000 പേര് കണ്ടോണ്ടിരിക്കുക ഇപ്പൊ. ഞാൻ ഈ വീഡിയോ യൂട്യൂബിൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണണേ. ഒരാള് Means a lot, guys. Means a lot. Thank you so much. അയ്യോ, എത്രയാടാ? 8 വർഷമോ? 8 വർഷമായില്ലടാ ചാനൽ തുടങ്ങിയിട്ട്? 8 വർഷം, 8 years. Let's go. Raju P bro, thank you so much for the 1 Eagle Gaming membership gift. Thank you. എടാ ഞാനേ ആനിമി കാണുന്ന ആൾക്കാരെയും കൂടെ അവരുടെ തള്ളക്കൂടെ കേൾക്കാൻ വയ്യ. സത്യം പറയാലോ, അവരുടെ തള്ളക്കൂടെ എനിക്ക് കേൾക്കാൻ വയ്യ. മലയാളത്തിൽ എന്തൊക്കെയോ പറയണം, അയ്യോ അമ്മച്ചി എന്നൊക്കെ. നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടറൊക്കെ ഇങ്ങനെ വന്ന് പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവും. ഞാൻ കാണാറില്ല, എന്നിട്ട് തന്നെ എനിക്ക് വിഷമം വരുന്നത്. നിങ്ങൾ കാണുന്നവർക്ക് ഇത് കാണുമ്പോൾ വിഷമം വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മാറ്റണം കേട്ടോ. ഞാനൊരു മൈരൻ. ഞാൻ പെട്ടെന്ന് ഇവനെ കണ്ടിട്ടെ, വാലിനെ കണ്ടിട്ട് പെട്ടെന്ന് മേളില് ടൈറ്റിൽ ഇട്ടോ ഞാനൊരു മൈരത്. റൈം വല്ലുവൈദ്യർ നടനായിരുന്നു, വലിയ നടൻ. പിന്നെ എന്തൊക്കെയോ പറ്റി. ടിക്ടോക്ക് ബാൻ ചെയ്തതോടെ പയ്യൻ പോയി. പക്ഷെ വേറൊരു കാര്യം പറയണം, ഈ ഇടയായിട്ട് ഈ ബാലൻ പയ്യന്റെ കുറച്ച് പെയ്ഡ് വീഡിയോസ് അധികം വരുന്നുണ്ടേ. ഇവിടെ കുറച്ചധികം വരുന്നുണ്ട്. PR വർക്സ് ആണ് ഇതൊക്കെ. RP കയറുകൊണ്ടേ നിന്റെ അച്ഛനൊരു PC മേടിച്ചു കൊടുത്തിട്ട് 5 മിനിറ്റ്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിന്റെ സമയത്തിന് കയറ്റി നീ. അവൻ വന്നിരിക്കണം, ഞാൻ കേറിക്കോളാം, എന്നെ കേറ്റണ്ട നീ. She would clear the that why she is Well, I've got it. ഇതാരും മൈക്കിൾ ജാക്സനാ? ഞാൻ എന്തൊക്കെ കാണുന്നേ? ഉറക്കത്തിലാണോ? ഹലോ, ഇത് മറ്റേ മുഖത്ത് വെക്കണ സാധനമല്ലേ? ഇത് ഫൗണ്ടേഷൻ. ഓ, അത് പുള്ളിയുടെ സ്കിൻ കളറാണ്. ഹലോ. Well, I've got it. So I've seen so many videos of people using this to cover their tattoos, Did you fake your own death? blemishes, scars, etc. And Bro, moonwalked his way back to Earth. since I have an insecurity to cover, I would like to use this. Bro is back from his cave only to check this. ഇത് എന്തൊക്കെയാണ് നടക്കണേ? ഇങ്ങനൊരു ക്രിയേറ്റർ ഉണ്ടോ ശരിക്കും? ഇയാളുടെ പേരെന്താ? അതിനകത്ത് ഐഡിയ ഉണ്ട്, കുറച്ച് ബാക്കിലോട്ട് നോക്കിയാൽ മതി. ഫാബിയോ ജാക്സൺ. ഇത് ഫാബിയോ ജാക്സൺ. ഞാൻ നോക്കി നോക്കട്ടെ. ഫാബിയോ ജാക്സൺ. എടാ ഉണ്ടോ അങ്ങനൊരു ഐഡി? എടാ ശരിക്കും ഇങ്ങനെ ഒരുത്തനുണ്ട് കേട്ടാ. മൈക്കിൾ ജാക്സന്റെ മോനായിരിക്കും.
ആവശ്യമില്ലാതെ പറഞ്ഞു വരത്തല്ലേ. ആ ശ്രീനിവാസൻ പറയല്ലേ ആളെ വരും വീട്ടിലെ ആൾക്കാര്. പിന്നെ എല്ലാം ഇപ്പൊ എന്റെ തലയില. ഇനി ഇന്ത്യക്ക് വെളിയിൽ നിന്നൂടെ ഒരെണ്ണം വരാനേ ഉള്ളു എനിക്കിനി. മനസ്സിലായി? ഇന്ത്യക്ക് വെളിയിൽ നിന്ന് ബാക്കി എല്ലാം എന്റെ തലയില.